70 ദിവസം പ്രേക്ഷകരുടെ മുമ്പിൽ പേരൻസിന്റെ അടുത്തു നിന്നും കിട്ടിയ തിക്താനുഭവങ്ങളെപ്പറ്റിയും മറ്റ് മത്സരാർത്ഥികളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞും കരച്ചിൽ ഡ്രാമ നടത്തിയും ക്യാമറയോട് സംസാരിച്ചുമൊക്കെ നോറ ഒരുവിധം ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിന്നു. ഡ്രാമ നല്ല രീതിയിൽ മുന്നേറുമ്പോഴാണ് ഫാമിലി വീക്ക് വന്നതും ആ കൂട്ടത്തിൽ നോറയുടെയും പേരൻസ് വന്നതും. അവർ പറഞ്ഞ സത്യാവസ്ഥയിൽ നോറ കെട്ടിപ്പൊക്കിയ കപട നാടകം പൊളിഞ്ഞു വീണു. ഇത്രയും സ്നേഹത്തോടെ തങ്ങളുടെ മകളെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് ഇനിയും നോറയ്ക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവാൻ എന്ത് സപ്പോർട്ടും ചെയ്യുവാൻ തയ്യാറാണ്. ബിഗ് ബോസ് ഹൗസിലെത്തി മകൾ പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോയിൽ വെച്ച് മകളെ ചേർത്ത് നിർത്തി ഏതൊരു പിതാവിന്റെയും മാതാവിന്റെയും പോലെ തങ്ങളുടെ ആഗ്രഹവും അവർ പറയുകയും ചെയ്തു. മകൾ ഒരു കരിയർ സെലക്ട് ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയ വരുമാനത്തിൽ നിന്നും ഒരു വീട് വെച്ചു എന്നും അതിൽ തന്റെ വാപ്പ കയറിയിട്ടില്ല എന്നും നോറ പലതവണ പറഞ്ഞിരുന്നു. അതിന് കാരണവും ആ വാപ്പ പബ്ലിക്കായി പറഞ്ഞിരുന്നു. നോറയുടെ കാഴ്ചപ്പാടിൽ തന്റെ കാര്യത്തിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതും തന്റെ ശരികളെല്ലാം ശരിയാണെന്ന് പറയുകയും ചെയ്യുന്ന ഏക വ്യക്തി തന്റെ ബോയ്ഫ്രണ്ട് മാത്രമാണ്. ജനങ്ങളുടെ എല്ലാം കണ്ണിൽ ശരിയായി തോന്നിയ മാതാപിതാക്കളുടെ അഭിപ്രായം പക്ഷേ നോറയ്ക്ക് ശരിയായി തോന്നുന്നില്ല. റിയാലിറ്റി ഷോ ഒക്കെ താമസിക്കാതെ തീരും. അത് കഴിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നോറയ്ക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കും.